പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭ സ്തംഭിച്ചതിന് പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെയെ ചേംബറിലേക്ക് വിളിച്ച് രാജ്യസഭാ അധ്യക്ഷൻ. അല്പസമയത്തിനകം ചേംബറിലെത്താനാണ് നിർദ്ദേശം. വൈകാരികമായിട്ടാണ് അവിശ്വാസ പ്രമേയത്തോട് ധൻകർ അല്പം മുമ്പ് രാജ്യസഭയിൽ പ്രതികരിച്ചത്. രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്ന് ധൻകർ പറഞ്ഞു. പ്രതിപക്ഷത്തോട് ചെയർമാൻ ബഹുമാനം കാട്ടുന്നില്ല എന്ന് ഖാർഗെ കുറ്റപ്പെടുത്തിയിരുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ രാജ്യസഭാ ഉപാധ്യക്ഷനെതിരെ പ്രതിപക്ഷം നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു നേരിട്ടുള്ള പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. താനും കർഷകന്റെ മകനാണെന്ന് ഖാർഗെയും അതോടൊപ്പം ജഗ്ദീപ് ധൻകറും ഓർമ്മിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഒടുവിൽ തന്നെ അപമാനിച്ചാൽ താനും നോക്കിയിരിക്കില്ല എന്നും ഖാർഗെ പറയുന്നത് ഇപ്പോൾ കാണുകയാണ്. ഇപ്പോൾ ചേംബറിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു അധ്യക്ഷൻ. എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഉണ്ടായത് നാടകീയ രംഗങ്ങളാണ്. പ്രധാനമായും നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ജഗ്ദീപ് ധൻകറിന് എതിരെ ഒരു അവിശ്വാസ പ്രമേയ നീക്കം ഉണ്ടായിരുന്നു. അതിൽ ഊന്നിയായിരുന്നു ഇന്ന് BJPയുടെ ആക്രമണം പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിന് എതിരെ ഉണ്ടായത്. BJP അംഗങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ജഗ്ദീപ് ധൻകർ രാജ്യസഭാ ചെയർമാൻ സംസാരിക്കാൻ അവസരം നൽകിയായിരുന്നു. ആ അവസരത്തിൽ രൂക്ഷമായ വിമർശനമാണ് എന്താണെങ്കിലും BJP എംപിമാരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും എതിരെ ഉണ്ടായത്. പ്രധാനമായും കോൺഗ്രസ് രാഷ്ട്രപതിമാരെയും ഉപരാഷ്ട്രപതിമാരെയും ഒരിക്കലും അംഗീകരിക്കാത്ത പാർട്ടിയാണെന്നും നെഹ്റു വരെ രാഷ്ട്രപതിമാരെ അപമാനിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള പരാമർശങ്ങൾ BJPയുടെ ഭാഗത്ത് ഉണ്ടായി. ജഗ്ദീപ് ധൻകർ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തുന്നത് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു കർഷകന്റെ മകനാണ്. അദ്ദേഹം ഒരു വക്കീലായിരുന്നു, അഭിഭാഷകനായിരുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ അദ്ദേഹം സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനു പിന്നാലെ OBC വിഭാഗത്തിൽ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അത്തരത്തിൽ ഒരു നേതാവിനെ അപമാനിക്കാനാണ് നീക്കം. ഇതിലൂടെ കോൺഗ്രസ് കർഷക വിരോധിയും ഒപ്പം OBC വിരോധിയും ഒക്കെ ആകുകയാണ്. അത്തരത്തിലുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് ഭരണപക്ഷത്തിന്റെ എംപിമാർ, BJP എംപിമാർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഇതോടെയാണ് സഭ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം ഉണ്ടായത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വിമർശനം ഉണ്ടായി. അതിനു പിന്നാലെയാണ് പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിക്കാൻ പ്രമോദ് തിവാരിക്ക് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ജഗ്ദീപ് ധൻകർ അനുമതി നൽകിയത്. അവിടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെ ജഗ്ദീപ് ധൻകറും പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അദ്ദേഹം താനും ഒരു കർഷകന്റെ മകനാണെന്നും രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി. പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗെ കൂടി സംസാരിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ നാടകീയതയിലേക്ക് പോവുകയാണ് ചെയ്തത്. താനും ഒരു കർഷകന്റെ മകനാണ്, ഒരു തൊഴിലാളിയുടെ മകനാണ്, താനും അങ്ങനെയുള്ള നേതാവാണ് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായി. ഒപ്പം BJP അംഗങ്ങളെ രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളെ അപമാനിക്കുക അല്ലെങ്കിൽ ആക്രമിക്കുന്നതിന് വേണ്ടി ഊർജ്ജം പകരുകയാണ് സഭാധ്യക്ഷൻ ചെയ്യുന്നത്. സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണപക്ഷം, പ്രത്യേകിച്ച് സർക്കാർ ആഗ്രഹിക്കുന്നില്ല നടക്കുന്ന വിമർശനങ്ങൾ കൂടി ഉയർന്നതോടെ വലിയ ഭരണപക്ഷ പ്രതിപക്ഷ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അതിനുശേഷമാണ് ധൻകർ ഇപ്പോൾ ചേംബറിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അതിന്മേലൊരു പ്രതിപക്ഷ നിലപാട് എന്താണ്? ചേംബറിലേക്ക് പ്രതിപക്ഷ നേതാവിനോട്, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയോട് എത്താനുള്ള നിർദ്ദേശം എന്താണെങ്കിലും ജഗ്ദീപ് ധൻകർ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. നിലവിലത്തെ ഈ പൊട്ടിത്തെറികളും അതോടൊപ്പം തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ വാക്കുതർക്കങ്ങൾ ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഇപ്പോൾ അങ്ങോട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹം ചർച്ചയ്ക്ക് പോകുമോ എന്ന്, പ്രത്യേകിച്ച് പോകും എന്താണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന വിവരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം 12:15 അതായത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തോട് ചേംബറിലേക്ക് എത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ജഗ്ദീപ് ധൻകർ നൽകിയിരിക്കുന്നത്. അതിൽ ഈ ചർച്ചകൾ നടത്തിക്കൊണ്ട് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് 20-ാം തീയതി വരെ മാത്രമാണ് സഭാ നടപടികൾ ഉള്ളത്. വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇത്തരത്തിൽ, അതായത് ഈ സഭാധ്യക്ഷന്റെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവുകയാണ് ചെയ്തത്. വരും ദിവസങ്ങൾ കൂടി ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള സമവായ നീക്കമാണ് ജഗ്ദീപ് ധൻകറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ക്ഷണിച്ചിരിക്കുക. അദ്ദേഹം പോകുമോ, അദ്ദേഹം അല്പസമയത്തിന് പോകും എന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിക്കാഴ്ചയിൽ മുന്നോട്ടുള്ള സഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയി സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉപരാഷ്ട്രപതിക്കെതിരെ, പ്രത്യേകിച്ച് രാജ്യസഭാ ചെയർമാനെതിരെ ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകേണ്ട സാഹചര്യമുണ്ട്. അതുപോലും പ്രതിപക്ഷം പാലിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജഗ്ദീപ് ധൻകർ എന്താണെങ്കിലും ഉയർത്തിയത്. ജഗ്ദീപ് ധൻകറെ അയോഗ്യനാക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിനെതിരെ അദ്ദേഹത്തിന്റെ കൂടി ഒരു നിലപാടും ഒപ്പം അദ്ദേഹത്തിന്റെ ഒരു ശക്തമായ വിയോജിപ്പ് കൂടിയാണ് ഇന്നിപ്പോൾ ആ പൊട്ടിത്തെറിയിൽ ഉണ്ടായത് എന്ന് വേണം നമുക്ക്. രാജ്യസഭ ഏതായാലും സ്തംഭിച്ചിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് ഇനി രാജ്യസഭ ചേരുക. നോബിൾ മാരിക്കാരാണ് വിശദാംശങ്ങൾ നൽകിയത്.